നമ്മുടെ നാട് വളരെയധികം ഈ ഭംഗിയുള്ള വനപ്രദേശങ്ങളും അതുപോലെ സഹ്യപർവ്വതത്തിന്റെ ഭംഗിയുള്ള മേഖലകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഈ ടൂറിസവും വളർന്നു വന്നു. ഈ രണ്ട് മേഖലക്കും ഒരുപോലെ തന്നെ ഭീഷണിയായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്ന ഈ വന്യജീവികളുടെ ആക്രമണം. അതുകൂടാതെ അവിടെ ഒരുപാട് വലിയൊരു ശതമാനം ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. കാരണം കേരളം എന്ന് പറഞ്ഞാൽ തന്നെ ഈ വനപ്രദേശവും ഇടനാടും പിന്നെ തീരപ്രദേശവും വരുന്ന മേഖലയാണ്. അപ്പോൾ ഇത് മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ തീരപ്രദേശ മേഖലകളിൽ CRZ നിയമം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ വീട് വെച്ച് താമസിക്കാനോ അതുപോലെ വലിയ ഈ ഇൻഡസ്ട്രി ഒക്കെ തുടങ്ങാനൊന്നും പറ്റൂല. അതുപോലെ തന്നെയാണ് ഈ വനപ്രദേശത്തുള്ള മേഖല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു മൊത്തത്തിലുള്ള സംസ്ഥാന വികസനത്തിന് തന്നെ ഒരു വലിയ ഒരു തലവേദനയാണ് ഇത്തരം നിയമങ്ങൾ. ഇതിനെ പൂർണ്ണമായും നമ്മൾ എന്താ പറയുക പൊളിച്ചു കളയുക അല്ലെങ്കിൽ വനങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലല്ല, മറിച്ചൊരു മനുഷ്യനും അതുപോലെ ഈ വന്യജീവികളും തമ്മിലുള്ളൊരു കോഎക്സിസ്റ്റൻസ് ഉണ്ടല്ലോ, ഒരു സഹവാസം എന്നൊക്കെ പറയുന്നു, അതിന് തന്നെ ഭയങ്കര ഭീഷണിയാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതിലിപ്പം ഈ ചേട്ടൻ ഇപ്പോൾ പറഞ്ഞല്ലോ ഇതിന് നിയമങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആത്മഹത്യ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു, വളരെ ഷോക്കിംഗ് ആയിരുന്നു. അതായത് ഒരു പയ്യൻ ആത്മഹത്യ ചെയ്യും. അപ്പം അവൻ വനംവകുപ്പ് എടുത്ത ഒരു കേസിലെ പ്രതിയായിരുന്നു. അത് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതിന് തലക്കെട്ട് തന്നെ കാട്ടുപന്നി വേട്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ്.